നമുക്ക് കുറച്ച് ഈസ്റ്റർ എഗ് ഉണ്ടാക്കിയാലോ? അതിനാദ്യം എന്ത് വേണം? മുട്ട വേണം. ഇതാ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, എൻ്റെ കയ്യിൽ ആകെക്കൂടി 3 കളർ പെയിൻറ്റേ ഉള്ളൂ. അപ്പോൾ 3 കളർ പെയിൻറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈസ്റ്റർ എഗ്ഗ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഈസ്റ്ററിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. ചില കാരണങ്ങളാൽ എനിക്കൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഇത് ഇന്നെങ്കിലും ഇടാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിനി അടുത്ത വർഷം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2-3 ഡിസൈനൊക്കെ പിൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിലേറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ നമ്മൾ നോക്കി ചെയ്യാൻ പോണത്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ദൈവം വളരെ കുറച്ച് കഴിവ് തന്നിട്ടുള്ളത് കാരണം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യണത് ഈ നമ്മുടെ ബാക്കിൽ കാണുന്ന റെഫറൻസിൽ ആ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ബോർഡ് ഡിസൈനാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഒരു പെയിൻറ്റും ബ്രഷും ഇങ്ങനെ കയ്യിലെടുക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ അനിയത്തിയും ചെയ്യണതാണ്. ഈസ്റ്ററിന് ഇതേപോലെ ഈസ്റ്റർ എഗ്ഗ് ചെയ്തിട്ട് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കൊടുക്കണത്. അപ്പോൾ അവളിപ്പോൾ അബ്രോഡ് പോയതിന് ശേഷം ഇത് ചെയ്യാറില്ല. അങ്ങനെ ഈ വർഷം എന്തോ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. മൊത്തം 5 മുട്ടയാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്. അങ്ങനെ സക്സസ്ഫുള്ളി 2 എണ്ണം കഴിഞ്ഞു. രണ്ടാമത്തെ ഡിസൈൻ ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രോബെറിയാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്? അങ്ങനെ എല്ലാ എഗ്ഗും സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് ചെയ്തതാണ് ഈ ലവ് ഡിസൈൻ വന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു, പക്ഷെ അത് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെല്ലാം ജസ്റ്റ് ഇതുവരെ ഡിസൈൻ ചെയ്ത് വെറുതെ മുട്ട കൊടുക്കുമായിരുന്നു. ഇത്തവണ ഞാനത് നെറ്റ് റാപ്പ് ചെയ്തു. അമ്മച്ചിയുടെ തയ്യൽക്കാരായത് കാരണം കുറച്ച് വെട്ട് പീസൊക്കെ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ അതെടുത്തിട്ട് ഇങ്ങനെ നെറ്റ് റാപ്പ് ചെയ്ത് ഒരു ബോയൊക്കെ കെട്ടിയിട്ടാണ് ഇത്തവണ ഞാൻ എല്ലാവർക്കും ഈസ്റ്റർ എഗ്ഗ് കൊടുത്തത്. ഈസ്റ്റർ എഗ്ഗ്സ് ഗൈസ്, നമുക്കിത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലാണ് കൊണ്ട് കൊടുക്കാം. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ.